ജാവേദ് അക്തർ, അതായത് കലാകാരനും ചലച്ചിത്ര ഗാനരചയിതാവുമാണ്, തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ തോൽപ്പിച്ചപ്പോൾ പ്രത്യേകിച്ച് വിരാട് കോഹ്ലിക്ക് അദ്ദേഹം ഒരു അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് എക്സിൽ ഇട്ടു. അതിന് താഴെ വന്ന് ഒരുത്തൻ കമന്റ് ചെയ്തതിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധയാകുന്നത്. നമ്മൾ ഓരോ ഇന്ത്യക്കാരനും പറയാൻ ആഗ്രഹിക്കുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്താണ് ആ മറുപടി? ഇങ്ങനെയല്ലേ മറുപടി നൽകേണ്ടത്? തീർച്ചയായും. പിന്നെ ജാവേദ് അക്തറിന് ഒരു പ്രത്യേകത ഉണ്ട്, കോഹ്ലിയോട് കോഹ്ലിയുടെ ഒരു കട്ട ഫാനാണ് പുള്ളി. അതുകൊണ്ട് എല്ലാ കോഹ്ലിയുടെ കളി കഴിയുമ്പം ജാവേദ് അക്തറിന്റെ ഒരു എന്തെങ്കിലും ഒരു കമന്റ് ഉണ്ടാവും, അതിലെടുത്തിട്ട് പുള്ളീനെ അലക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ കളി എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ കളി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനികൾക്കൊരു അല്ലെങ്കിൽ പാകിസ്ഥാനിന് ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ കളി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും പാകിസ്ഥാൻ തോറ്റു നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ സങ്കടപ്പെടുന്നത് ഇന്ത്യയിലെ കുറച്ച് ആളുകളാണ്. അതെന്താന്ന് നമുക്കറിയില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുപോലൊരു ഇത് മാത്രമാണ് ഇന്നിപ്പോൾ. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം ആണ് ഇന്ത്യ, അല്ലെങ്കിൽ അത് ഇന്ത്യയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ, അതായത് ഇന്ത്യയിൽ വേറെ ആർക്കും നിൽക്കാൻ പറ്റില്ല, ഹിന്ദുക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ കളിയിൽ ജയിച്ചാൽ പോലും, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് കായികമായിട്ടുള്ള പരിപാടികൾ എന്തിലും അവർ കൂടുതൽ ഏത് മേഖലയിൽ നോക്കിയാലും ഹിന്ദുത്വത്തിനെ മറ്റുള്ള രീതിയിൽ വർഗീയവൽക്കരിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലൊരു വാക്കാണ് ഇപ്പോൾ എപ്പോഴും നമ്മൾ സവാർക്കറിനെ എപ്പോഴും അതിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു ഇത് മാത്രമായിട്ട് നമ്മൾ അതിനെ കാണാം. അതിന് അക്തർ കൊടുത്ത മറുപടി വളരെ നല്ലതായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭംഗി എനിക്ക് ധന്യയുടെ വായിന്ന് കേൾക്കുമ്പോൾ, ധന്യയുടെ ആ ഒരു എന്താ പറയുക, നല്ല രസമൊക്കെ കേൾക്കാം ധന്യ പറയുമ്പോൾ. ഒന്ന് പറയുവാണെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും. അല്ല, അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സൂര്യൻ എവിടെയാണ് ഉദിച്ചത്, ഉള്ളിൽ നല്ല വിഷമമുണ്ടല്ലേ എന്നായിരുന്നു. എന്നാൽ ഇതിന് അദ്ദേഹം നൽകിയത്, മോനെ നിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുന്ന കാലത്ത് എന്റെ പൂർവികർ സ്വാതന്ത്ര്യത്തിനായി പോരാടി കാലാപാനി ജയിലിലായിരുന്നു. എന്റെ ഞരമ്പുകളിൽ ഓടുന്നത് ദേശസ്നേഹത്തിന്റെ രക്തമാണ്. എന്നാൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ബ്രിട്ടീഷുകാർക്ക് അടിമപ്പണി ചെയ്തവരുടെയും അതിലെ വ്യത്യാസം കാണിക്കരുത് എന്നായിരുന്നു അക്തർ കുറിച്ചത്. കറക്റ്റാണ്. കാരണം ഈ നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ ഉള്ള എടുത്ത ഈ സവർക്കറിനെ ഒക്കെ ഷൂ നക്കി എന്ന് വിളിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹമൊക്കെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും ആരും പിന്നെ എന്താ പറയുക വിളിച്ചു പറയാതെയാണ് അദ്ദേഹത്തെ ഷൂ നക്കി ജയിലിൽ കിടന്ന സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ, അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് ലെറ്റർ എഴുതാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രേമലേഖനം എഴുതാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. കാരണം ആളെ മൊത്തത്തിൽ ബന്ധിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഒരാളെ പെട്ടെന്ന് ഒരു ലെറ്റർ എഴുതി കൊടുത്തു, മാപ്പ് എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വിടുക എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്തുള്ള തലമുറ, എനിക്കൊന്നൊരു 10-30 വർഷം മുമ്പുള്ള തലമുറകളൊക്കെ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ ഇന്നിപ്പോൾ എന്താണ് നടന്നതെന്നും എന്തൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ആ കാലാപാനിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നും വ്യക്തമായിട്ട് ആളുകൾക്ക് അറിയാം. പിന്നെ എന്താ വെച്ചാൽ ചിലരുടെ ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ മാത്രമാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ കളി കണ്ടാൽ അത് കോഹ്ലിയുടെ സ്വന്തം കളിയായിരുന്നു. അതെ, അത് അക്തർ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കോഹ്ലി ഒന്ന് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ കോഹ്ലിയോട് പറഞ്ഞാൽ മതി, അത് ഇന്ത്യ പാക് കളിയാന്ന് പറഞ്ഞാൽ മതി, അദ്ദേഹം ഉണർന്നോളൂ എന്ന്. അത് കറക്റ്റാണ്. കാരണം കോഹ്ലി എന്നൊക്കെ ബാക്കിലേക്ക് പോവോ അതൊരു ഇന്ത്യ പാക് കളിയാണെങ്കിൽ തീർച്ചയായിട്ടും കോഹ്ലി അവിടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരമാണ് അല്ലെ? ഓരോ ഇന്ത്യക്കാരനും നമ്മൾ ഈ ലോകത്ത് എവിടെ പോയാലും ഇന്ത്യ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വികാരമാണ്. നമുക്കൊക്കെ ഈ നമ്മുടെ ഇന്ത്യൻ സൈനികരെയൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷവും ഒരു കാരണം നമ്മുടെ സൈനികരാണ് നമ്മുടെ ജീവന്റെ ഒക്കെ രക്ഷകർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഇത്രയും ജനാധിപത്യമുള്ള ഒരു രാജ്യം വേറെ എവിടെയാണുള്ളത്? ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് ഇറങ്ങി നടക്കാനും, ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് ജീവിക്കാനും, ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ വിളിച്ചു പറയാനും എവിടെയാണ്? ഏതെങ്കിലും രാജ്യത്ത് നമുക്ക് അനുവാദമുണ്ടോ? ഇല്ല. സാമ്പത്തികമായി ഓരോ സമയത്തും ഇന്ത്യ വളർന്നു. 2014 ശേഷം ഇന്ത്യയുടെ സമ്പദ്ഘടന എടുത്ത് നോക്കിയാൽ വളരെ വളർച്ചയാണ് കാണാൻ സാധിക്കുക. മാത്രമല്ല എല്ലാ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം, ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ബന്ധമല്ല, ഓരോ ഇന്ത്യക്കാരനും കിട്ടുന്ന ബന്ധമാണ്. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ കുറെ ഊളകൾക്ക് കഴിയുന്നില്ല. ആ വാക്ക് തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ജീവിച്ചുകൊണ്ട്, ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുകൊണ്ട്, ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട്
മറ്റ് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ വളർത്താൻ, അവരുടെ ജയത്തിൽ ആഘോഷിക്കാൻ, അവർ ഇന്ത്യ തകർക്കുന്നതിൽ ആഘോഷിക്കാൻ, അവരുടെ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് വരുന്നത് പ്രോത്സാഹിപ്പിക്കാൻ, ഇതൊക്കെയാണ് കുറെ ആളുകൾക്ക് താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു കളി ജയിക്കുമ്പോൾ, നമ്മളൊക്കെ ഇന്ത്യ ജയിക്കുമ്പോൾ, ഞാനൊക്കെ പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ കളിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ എടുക്കത്തില്ല നമ്മള്. ഗാംഗുലിയുടെ കളി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആകെ കളി കാണുന്നത് ഈ ഇന്ത്യ പാക് കളിയല്ലാണ്. ഞാൻ ഇന്നൊരു ക്രിക്കറ്റിൽ എനിക്ക് നമ്മുടെയൊക്കെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഗാംഗുലി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഗാംഗുലി, അന്നും ഇന്നും അങ്ങനെ തന്നെ. പക്ഷെ ഗാംഗുലി ആ ഒരു കളിക്ക് ശേഷം ആ ഒരു വേൾഡ് കപ്പിന് ശേഷം പിന്നീട് കാണുന്നത് ഇന്ത്യ പാക് കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് കോഹ്ലിയുടെ ഒക്കെ ആണെങ്കിൽ ഇന്ത്യ പാക് കളി ഇന്ത്യ പാകിസ്ഥാൻ കളി കാണുമ്പോൾ ഇന്ത്യ ജയിക്കുന്നത് നമ്മൾ ഓരോ ഇന്ത്യക്കാരും നമുക്കൊരു അഭിമാനമാണ്. നമ്മുടെ ഇന്ത്യ ജയിച്ചു, പാകിസ്ഥാനെ തറ പറ്റിച്ചു. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനെ ശത്രു രാജ്യമായി കാണുന്നത്? അവിടുത്തെ ജനങ്ങളെ അല്ല നമ്മൾ ശത്രുക്കളായി കാണുന്നത്, അവിടുത്തെ ഭരണകൂടത്തെയാണ്. ഓരോ സമയത്തും ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കയറ്റിവിട്ടുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത്. ട്രെയിനുകളിൽ അട്ടിമറി, ഓരോ തീവ്രവാദികളും ഇപ്പൊ ഇന്ത്യ തന്നെ തീവ്രവാദികളെന്ന് മുദ്ര കുത്തിയവരെ ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഓരോ പിന്നെ ഇപ്പൊ മുംബൈ ആക്രമണം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഓരോ തരത്തിലും ഇന്ത്യയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ്. ഈ പാകിസ്ഥാനിലെ എത്രയോ കുട്ടികൾ നമ്മുടെ പഞ്ചാബിലുള്ള കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. അതെ, പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ഒരു കുട്ടികൾ അവിടെ പോയി പഠിക്കും? ഇല്ല, അവിടെ പാകിസ്ഥാനിൽ നമുക്ക് പേടിയാണ് ആ രാജ്യം എന്ന് പറയുമ്പോൾ. ഒരു ഇന്ത്യക്കാരനെ കൈ കിട്ടിയ ഇവന്മാർ കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ അഭിനന്ദ് വർത്തമാനം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ കൊണ്ടുപോയപ്പോ സത്യത്തിൽ നമ്മളൊക്കെ ഇനി വിളിക്കാത്ത വല്ല ദൈവങ്ങളും ഉണ്ടോ എന്നുള്ള ഒരു സംശയമായിരുന്നു. കാരണം അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്തു കളയുമോ, നമ്മുടെ ഒരു സൈനികനെ കൈ കിട്ടിയ ഇവര് അയാളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത ഭയമുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് 24 മണിക്കൂർ സമയം തരും, ആ 24 മണിക്കൂറിനകം എന്റെ സൈനികൻ എന്റെ രാജ്യത്ത് വന്നിട്ടില്ല എങ്കിൽ ഒരെണ്ണം പാകിസ്ഥാനിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നത് മോദി ആയതുകൊണ്ട് പാകിസ്ഥാന് നല്ല ഭയമുണ്ട്. പാകിസ്ഥാൻ 24 മണിക്കൂറിന് മുമ്പ് വാഗ അതിർത്തിയിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അഭിനന്ദ് വർത്തമാനെ കൊണ്ട് നിർത്തി എന്നുള്ളതാണ്. കുറച്ചു കാലമായിട്ട് മോദി പറയുന്ന ഓരോ വാക്കുകളുടെയും പ്രതിഫലനം അവിടെ കാണുന്നുണ്ട്. അതെ, കാരണം ഇപ്പൊ പാകിസ്ഥാൻ ഇപ്പൊ 2 ആവോ 3 ആവോ, അതോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ വാക്കി ഉണ്ടാവോ എന്നുള്ള അവസ്ഥയിലേക്ക് ദാരിദ്ര്യം. അതുകൂടാണ്ട് തൊട്ടടുത്തുനിന്നുള്ള കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആയുധങ്ങളും മറ്റുള്ള രാജ്യങ്ങളിൽ. കാരണം നമ്മളിവിടെ പലരും പറയുന്നുണ്ട് മോദിജി വിദേശ രാജ്യങ്ങളിൽ യാത്രയാണ്. പക്ഷെ ഈ യാത്രയുടെ എല്ലാം ഫലം കണ്ടു തുടങ്ങിയതാ. അതെ, അത് മാത്രമല്ല ഇപ്പൊ ഈ പിന്നെ സൗദിയും പിന്നെ ഖത്തറും ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങള് തീവ്രവാദത്തെ എതിർക്കുന്നു, ഇന്ത്യയോടൊപ്പം നിന്നുകൊണ്ട് നുഴഞ്ഞുകയറ്റക്കാരെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോ പാകിസ്ഥാൻ നുഴഞ്ഞു കയറുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ സൗദിയും ഖത്തറും ഒക്കെ പാകിസ്ഥാന് പണി കൊടുക്കുന്നു എന്ന് പറയുമ്പോ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ടാണ് പാകിസ്ഥാന് പണി കൊടുക്കുന്നു എന്ന് പറയുന്നത്. പല കാര്യങ്ങളിലും നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഒപ്പമാണ് സൗദി രാജ്യങ്ങളെല്ലാം നടക്കുന്നത്. അതായത് അറബ് രാജ്യങ്ങളെല്ലാം, സൗദി ആണേലും ഖത്തർ ആണേലും ദുബായ് ആണേലും അങ്ങനെയുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ കൂടെയാണ് നിൽക്കുന്നത്. അതിന്റെ തന്നെ ഇറാൻ പോലും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നുണ്ട്. എന്നിട്ടും പാകിസ്ഥാൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, പാകിസ്ഥാൻ ഒരിക്കലും മനസ്സിലാവില്ല. അവർക്ക് തലയ്ക്കാത്ത മൂള ഉണ്ടെങ്കിൽ രാജ്യത്തെ വളർത്താനല്ലേ അവർ നോക്കുള്ളൂ. അവരിപ്പോ സത്യം പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗെയിം അവിടെ വെച്ചത്. അതെ, അവിടെ പിന്നെ നമുക്ക് പോയി കളിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ദുബായിൽ പോയി കളിക്കാൻ വരുന്നു, ഇവിടുന്ന് വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ 2 അടി കൊടുത്ത് വിട്ടു, ദുബായ് കൊണ്ട് അടി കൊടുത്ത് വിട്ട പോലെയായി പോയത്. അത്രേ ഉള്ളൂ ഇത്. അതുകൊണ്ട് പാകിസ്ഥാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഇന്ത്യ മോദി ഭരിക്കുന്നത് വരെ ധൈര്യമായിട്ട് നമുക്ക് ജീവിക്കാം. പാകിസ്ഥാൻ ഒരു കളി ഇവിടെ നടക്കില്ല എന്നുള്ളത്. ഇനി മറ്റേതെങ്കിലും സർക്കാർ വന്നാൽ എന്താകും അവസ്ഥ? കാരണം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാൻ 21 മില്യൺ ഒക്കെ ചെലവാക്കി അല്ലെങ്കിൽ വാങ്ങിയവരൊക്കെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് എന്താകും അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല. ട്രംപ് ഇരിക്കുന്നതുകൊണ്ട് ഏകദേശം ഫണ്ട് എല്ലാം തീർന്നു, ഇനി ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഇനി പ്രത്യേകിച്ച്. അതെ, അതുകൊണ്ട് കുറെ വർഷങ്ങൾ BJP തന്നെ ഇന്ത്യ ഭരിക്കട്ടെ. കാരണം നമ്മുടെയൊക്കെ സുരക്ഷിതത്വത്തിന് അത് വളരെ അത്യാവശ്യമാണ്. കാരണം രാജ്യം വളരാനും വളരെ അത്യാവശ്യമാണ് BJP.